റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ തന്നെ ബിഹേവിയറിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ? തീർച്ചയായിട്ടും. ഒരു വലിയ ഒപ്റ്റിമിസം കാണുന്നത് അത്ര നല്ലതല്ല. ഈ ഒപ്റ്റിമിസം ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുക. അതുപോലെ തന്നെ ട്രേഡിംഗ് വോളിയം കണ്ടമാനം കൂടുന്നുണ്ടോ? അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പി റേഷ്യോയോട് അനുകൂലിച്ച് നിൽക്കാത്ത ഒരു വാല്യുവേഷൻ ആണോ കാണുന്നത്? അപ്പോഴും നമ്മൾ വാല്യുവേഷനിലാണ് ശ്രദ്ധിക്കേണ്ടത്. IPO വാല്യൂ ഇല്ലാത്തത് ധാരാളം വിറ്റുപോകുന്നുണ്ടോ? അപ്പോഴും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ എമോഷണൽ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിസസിൽ നമ്മൾ കാണുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും എല്ലാം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ആണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ. നമ്മൾ ഈ ഹേർഡ് മെന്റാലിറ്റിയിൽ നിന്ന് പുറത്തു കടന്ന് നല്ല വാല്യുവേഷനുള്ള സ്റ്റോക്സ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈമിൽ വാങ്ങി നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ടാർഗറ്റിൽ വിറ്റാൽ തീർച്ചയായും ലാഭം കിട്ടുന്ന ഒന്നാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ തന്നെ കാര്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്.